ഇന്ന് പുലർച്ചെയാണ് ആലപ്പുഴ മാന്നാറിൽ നിന്നും അതിദാരുണമായ കൊലപാതകത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. വീട്ടിൽ തീ പുകയുന്നത് കണ്ട് നാട്ടുകാരാണ് വീട്ടിലേക്ക് ചെല്ലുകയും ഒപ്പം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നടത്തിയത്. ആ വീട്ടിൽ 2 വൃദ്ധ ദമ്പതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഘവൻ, ഭാര്യ ഭാരതി, ഇവർ മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഒപ്പം മകൻ വിജയനും ആ വീട്ടിൽ താമസിച്ചിരുന്നു. ഇവർ തീ അണച്ച് നോക്കിയപ്പോഴാണ് വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഭാരതിയുടെയും ഭർത്താവ് രാഘവന്റെയും മൃതദേഹം കണ്ടെത്തിയത്. വീട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ്. ഉടനെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു. നാട്ടുകാരുടെ ഒരു സംശയം പോലീസിനെ ഇക്കാര്യം അറിയിച്ചപ്പോൾ പോലീസിനോട് പറഞ്ഞത്, മകൻ വിജയൻ ഈ സംഭവം നടക്കുന്ന സമയം, അതായത് വീട്ടിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഓടി ചെല്ലുന്ന സമയത്ത് വിജയൻ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ചില ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മകൻ വിജയനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 5 മക്കളാണുള്ളത്. ഈ മരിച്ച ദമ്പതികൾക്ക് 5 മക്കളാണുള്ളത്. അതിൽ 3ാമത്തെ ആളാണ് വിജയൻ ഒരു മദ്യപാനിയാണ്. ഭാര്യയും മക്കളുമൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. വലിയ ശല്യക്കാരനായിരുന്നു. മറ്റ് സഹോദരങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ശല്യം ഉണ്ടാക്കുന്ന, മദ്യപിച്ച് നാട്ടിലും കുടുംബത്തിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിജയൻ എന്ന നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് പറയുന്നത് പ്രകാരം സ്വത്ത് തർക്കമാണ് ഇത്രയും വലിയ കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും വലിയ സ്വന്തം മാതാപിതാക്കളെ ചുട്ടുകൊല്ലുവാൻ വേണ്ടി വിജയനെ പ്രേരിപ്പിച്ചത് സ്വത്ത് തർക്കമാണെന്നാണ് മനസ്സിലാകുന്നത്. പ്രതി വിജയൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിജയൻ പറയുന്നത് പ്രകാരം കുറെ നാളുകളായി ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് സ്വത്ത് അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരത് തനിക്ക് വിട്ടു നൽകുവാൻ, അല്ലെങ്കിൽ തന്റെ പേരിലേക്ക് എഴുതി നൽകുവാൻ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് അവരെ കൊല്ലുക എന്നൊരു ഉദ്ദേശം തനിക്കുണ്ടാവുകയും ആ വീടിന് തീയിട്ടത് എന്നുകൂടി വിജയൻ പറയുന്നുണ്ട്. ഈ പോലീസിൽ മറ്റൊരു പരാതി, വിജയനെതിരെ നേരത്തെയും പരാതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഈ അച്ഛൻ രാഘവനെ ശാരീരികമായി വലിയ രീതിയിൽ ഈ മകൻ വിജയൻ ഉപദ്രവിച്ചിരുന്നു. അച്ഛന്റെ കൈ തല്ലി ഒടിക്കുകയും കാലുകൾക്കൊക്കെ ഗുരുതരമായി പരിക്കേറ്റ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ നിന്നും പോലീസിനെ ഇക്കാര്യം വിവരം അറിയിച്ച് പോലീസ് പിന്നീട് രാഘവന്റെയും ഭാര്യയുടെയും വിശദമായ മൊഴിയെടുത്തിരുന്നു. ആ മൊഴിയെടുപ്പിൽ മകനാണ് തന്നെ ക്രൂരമായി ഉപദ്രവിച്ചതെന്ന് രാഘവൻ പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ വിജയനെ പോലീസ് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയാൽ ഗുരുതരമായിട്ടുള്ള കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് വിട്ടിരുന്നു. അതിന് പിന്നാലെ വീണ്ടും അച്ഛനെ വീണ്ടും ആ ഉപദ്രവം വർദ്ധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വീണ്ടും പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഇന്നലെ വൈകുന്നേരം ഇവരുടെ വീട്ടിലെത്തി കാര്യങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും ഈ കുടുംബത്തോടൊക്കെ അന്വേഷിച്ചതിന് ശേഷം വിജയനോട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിജയൻ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ആ വീടും അല്ലെങ്കിൽ ആ കുടുംബത്തെ ആ സ്വന്തം അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും ക്രിമിനൽ അല്ലെങ്കിൽ അമിത മദ്യപാനിയായ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ഒരു മകൻ തന്നെയാണ് വിജയൻ എന്നാണ് പോലീസും വ്യക്തമാകുന്നത്. പോലീസ് വിശദമായിട്ടുള്ള പരിശോധന, ആ വീട്ടിലെത്തി പരിശോധന നടത്തി. ഒപ്പം മറ്റ് മക്കളും, ഈ മരിച്ച ദമ്പതികളുടെ മക്കളും ചെറുമക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്, വിജയനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. വിജയൻ ഇതിനു മുൻപും ഇത്തരത്തിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ഭക്ഷണം പോലും കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടിടുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇളയ മകളും കുടുംബവുമായിരുന്നു ഇവർക്കൊപ്പം ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ വിജയനും അവിടെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് വിജയൻ പോലീസിന് ഒരു കള്ളപ്പരാതി നൽകുന്നു. ഈ ഇളയ മകളുടെ ഭർത്താവും കുട്ടികളും ചേർന്ന് ഈ രാഘവനെയും ഭാര്യയെയും ഉപദ്രവിച്ചു, മർദ്ദിച്ചു എന്നൊക്കെ ഒരു കള്ളപ്പരാതി പോലീസിന് നൽകുന്നു. പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകുകയും പിന്നീട് വിജയനെ ആദ്യത്തെ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഒരു വിഷമത്തെ തുടർന്ന് ഈ ഇളയ മകളും കുടുംബവും ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഈ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്നത് വിജയനാണ്. ഇപ്പോൾ അവരും അവരുടെ ചെറുമക്കളും പറയുന്നുണ്ട് ഈ വിജയൻ അതിക്രൂരമായാണ് ഇവരെ ഉപദ്രവിക്കുന്നതെന്നും അല്ലെങ്കിൽ പലപ്പോഴും ഭക്ഷണം പോലും കൊടുക്കില്ല എന്ന്
അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ കുട്ടികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഇത്തരത്തിൽ ആഹാരം കൊടുക്കാത്തത് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഉപദ്രവം കാണിക്കുന്നതൊക്കെ പലതവണ ചോദ്യം ചെയ്തിട്ട് പോലും വിജയൻ ഇത്തരത്തിലുള്ള ക്രൂരത ആവർത്തിക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇന്ന് വിജയനോട് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാതെയാണ് വിജയൻ ചിലപ്പോൾ ഇന്ന് പോലീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ഒരു ദേഷ്യം കൂടിയായിരിക്കാം, അത്തരത്തിലൊരു പ്രകോപനം കൂടിയായിരിക്കാൻ മാതാപിതാക്കളെ കൊല്ലുക എന്നൊരു ലക്ഷ്യം കൂടി വിജയൻ ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് വീടിന് തീയിട്ടതിന് ശേഷം വിജയൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത്. അത് നാട്ടുകാരും കാണുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. ദൃക്സാക്ഷികൾ പോലീസിനോട് പറയുകയും ചെയ്തു. വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താനാണ് തന്റെ മാതാപിതാക്കളെ ചുട്ടുകൊന്നത് അല്ലെങ്കിൽ വീട്ടിൽ തീയിട്ടതെന്ന് സ്ഥിരീകരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. നിലവിലുള്ള ദൃക്സാക്ഷികളെല്ലാം അല്ലെങ്കിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജയന്റെ സഹോദരങ്ങളും മറ്റുള്ളവരും ഉൾപ്പെടെ വിജയനെതിരായിട്ടുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മകളുടെ വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുവരിക. ഒപ്പം ഇന്ന് തന്നെയായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നുകൂടിയാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സ്വന്തം മാതാപിതാക്കളെ ചുട്ടുകൊല്ലുക എന്നൊരു രീതിയിലേക്ക് മകന്റെ പ്രവർത്തികൾ നീങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ഇതിനു മുൻപുമൊക്കെ നിരവധി പരാതികൾ അല്ലെങ്കിൽ നിരവധി കേസുകൾ, കൊലപാതകങ്ങളാണ് ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലും മാതാപിതാക്കളെ കൊല്ലുക എന്നൊരു പ്രവൃത്തിയിലേക്ക് മക്കൾ നീങ്ങുന്നുണ്ട്. അതിൽ പലപ്പോഴും സ്വത്ത് തർക്കം, പൈസ അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കാനുള്ള ഒരു പണം കുടുംബത്തിൽ നിന്നും ലഭിക്കാത്തതോ അല്ലെങ്കിൽ സ്വത്തോ ഒക്കെ ആയിരിക്കും. അതിലും ഭൂരിഭാഗം ആളുകളും ലഹരിയിലായിരിക്കും. മദ്യലഹരിയിലോ മയക്കുമരുന്നിന്റെ ലഹരിയിലോ ഒക്കെയാണ് തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തുവാനുള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ മക്കൾ മുതിരുന്നതെന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. ഇവിടെയും സമാനമായ രീതിയിൽ തന്നെയാണ് സംഭവം നടന്നത്. സ്വന്തം അച്ഛനെയും അമ്മയും, അതും വൃദ്ധരായിട്ടുള്ള 96ഉം 95ഉം വയസ്സുള്ള വൃദ്ധ ദമ്പതികളെയാണ്, സ്വന്തം അച്ഛനെയും അമ്മയുമാണ് അതിക്രൂരമായി ഈ മകൻ വിജയൻ വീട്ടിൽ ചുട്ട് കൊന്നിരിക്കുന്നത്. വീട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ്. മൃതദേഹവും ഒക്കെ പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു. ഇത് പുലർച്ചെ നടന്ന സംഭവമാണ്. നാട്ടുകാരാണ് ഇത് തീ പടരുന്നത് കണ്ട് വീട്ടിലേക്ക് ഓടിയെത്തി ഫയർഫോഴ്സിനെ വിളിച്ചു തീ അണച്ചത്. പക്ഷെ അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു.